നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. ശക്തമായ മഴയ്ക്കിടെ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്നു വീണു. വണ്ടൂർ കാരാട് ഏറാട്ടുകാളൻ പരദേവത ക്ഷേത്രത്തിന്റെ മതിലാണ് തകർന്നു വീണത്. ശനിയാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് മതിൽ തകർന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മതിലിനോട് ചാരി പൈപ്പിടുന്നതിനു വേണ്ടി കുഴിയെടുത്തത് കൊണ്ടാണ് മതിൽ തകർന്നു വീണതെന്ന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. ഇവിടേക്കുള്ള മെയിൻ റോഡിൽ നിന്നുള്ള ഒരു വഴി വരുന്നുണ്ട്. ആ വഴിയോട് ചാരി ഞങ്ങൾ 2 വർഷം മുമ്പേ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല കരിങ്കല്ലിൽ തറയിട്ട് നല്ല മതിൽ പണിയുകയുണ്ടായി. അതിനകത്ത് മണ്ണ് നിറച്ചുകൊണ്ട് അമ്പലത്തിലേക്കുള്ള സ്ഥല സൗകര്യം കൂടുതലാക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത്. കഴിഞ്ഞ വർഷം പെരും മഴ പെയ്തിട്ട് പോലും നമ്മുടെ ഈ പടവിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷത്തെ മഴയ്ക്ക് അത് ഞങ്ങളുടെ മതിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിനുള്ള ഒരു കാരണം ജലമിഷൻ പൈപ്പിടാൻ വേണ്ടി JCB കൊണ്ടുവന്ന് നമ്മളാരും അറിയാതെ തന്നെ ആ മതിലിനോട് ചാരി കുഴിയുണ്ടാക്കി. ആ കുഴി ഉണ്ടാക്കിയത് മൂലം ഈ പ്രാവശ്യം മഴ പെയ്തപ്പോൾ അതിനകത്തു കൂടെ വെള്ളം കയറിയിട്ട് ആ മതിലിന് ഡാമേജ് പറ്റി. ആ കംപ്ലീറ്റ് മതിൽ ഏകദേശം ഒരു 75 മീറ്റർ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഒരു വലിയ നാശം ഈ അമ്പലത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് ആ മതിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചെലവായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ജനങ്ങളുടെ സമാഹരിച്ചുകൊണ്ടുണ്ടാക്കിയ ആ പൈസ നഷ്ടപ്പെട്ടതിൽ ഇവിടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും ഈ നാട്ടുകാർക്കും മതിയായ ഖേദം തോന്നിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം ആ സ്ഥലം അത് നന്നാക്കി വരണമെങ്കിൽ അത്രയും ചെലവ് അമ്പലത്തിന് വഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോകളും ഇതിൻ്റെ ഫോട്ടോകളും എല്ലാം നമ്മൾ 10 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് മതിൽ. കഴിഞ്ഞ വർഷത്തെ ശക്തമായ മഴയിലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇപ്പോൾ മതിലിനോട് ചേർന്ന് കുഴിയെടുത്തതുകൊണ്ടാണ് തകർന്നതെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.